കളക്ടർ പറഞ്ഞ റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏത് രീതിയിലാണോ സെർച്ച് നിങ്ങൾ ആവശ്യപ്പെടുന്നത് അത് ഞങ്ങളെ അങ്ങോട്ട് എഴുതി കൊടുക്കാനാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് എഴുതി കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണോ നിങ്ങൾക്ക് അറിയാവുന്നുള്ളത്? ഞങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സസ് ആണോ നിങ്ങളുടെ കയ്യിലുള്ളത്? ഇതുവരെ നിങ്ങൾ നടത്തിയ തിരച്ചിലുകൾ ഒന്നും തൃപ്തികരമല്ലാത്തത് കൊണ്ടാണ് ഇവർ കോസ്റ്റ് ഗാർഡ് ഞങ്ങളോട് പറഞ്ഞത് ഒരു 2 എയർക്രാഫ്റ്റ് എന്തോ ഇറക്കുന്നുണ്ട്, ഫാൽക്കന്റെ ഒരു എയർക്രാഫ്റ്റ് ഇറക്കുന്നുണ്ട്. ഞങ്ങൾ അത് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ട്രാക്ക് ചെയ്ത് മൊത്തം അതിന്റെ എയർ ടൈം എന്ന് പറയുന്നത് 1.5 മണിക്കൂറായിരുന്നു. 1.5 മണിക്കൂറിൽ എന്ത് തെരച്ചിൽ നടത്താനാണ്? കൊച്ചിയിൽ നിന്ന് ടേക്ക് ഓഫ് ആയതാണ്. ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് വരാൻ വേണ്ടിയിട്ട് അത് അരമണിക്കൂർ കഴിഞ്ഞാണ്. അതിനുശേഷമുള്ള 1 മണിക്കൂർ ഇവർ ഇവിടെ തൊട്ട് ട്രിവാൻഡ്രം വരെ അത് പോയ സ്പീഡ് നമുക്ക് മാപ്പിൽ നോക്കുമ്പോൾ പോലും അത്രയ്ക്ക് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് വേറെ എവിടെയോ നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ജനറൽ സെർച്ച് ആരെങ്കിലുമൊക്കെ പറയുന്നതിന്റെ പേരിൽ നിങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ കളക്ടറുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ എഴുതി കൊടുക്കാനാണ് പറയുന്നത്, നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് പറയാനാണ് പറയുന്നത്. ഇപ്പം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതിനോട് എങ്ങനെയാണ് ഒരു സമീപനം? ഇപ്പോൾ ഫിഷറീസ് വകുപ്പിൽ നിന്ന് മന്ത്രിയോ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ബന്ധപ്പെടുവോ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഫിഷറീസ് വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ മത്സ്യഫെഡിൽ നിന്ന് വന്ന് കാര്യങ്ങൾ തിരക്കിയിട്ട് പോകുന്നതല്ലാതെ ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ചോദിച്ചാൽ സീറോ ആണ്. ഫിഷറീസ് വകുപ്പിൽ നിന്ന് ഫിഷറീസ് വകുപ്പിന്റെ ഡയറക്ടറോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസേഴ്സോ ആരും ഇതുവരെ കോൺടാക്ട് പോലും ചെയ്തിട്ടില്ല. ഒരു ജീവനായതുകൊണ്ടാണോ? ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ അർജുന്റെ കാര്യം എടുത്താലും ഒരു ജീവന് വേണ്ടി തന്നെയല്ലേ നിങ്ങൾ ഇത്ര കോടി ചിലവാക്കിയത്? അപ്പം അവിടത്തെ ഒരു ജീവനും ഇവിടത്തെ ഒരു ജീവനും തമ്മിൽ നിങ്ങൾ എന്ത് ക്രൈറ്റീരിയാണ് ഒരു ജീവന് കൽപ്പിക്കുന്നതെന്ന് നിങ്ങളൊരു മാനദണ്ഡം എഴുതി തയ്യാറാക്കി വരണം. മത്സ്യതീരത്തുള്ളവർക്ക് ഇത്രയും ക്രൈറ്റീരിയ, കരയിൽ ജീവിക്കുന്നവർക്ക് ഇത്രയും ക്രൈറ്റീരിയ, കരയിൽ ഒരു അപകടം ഉണ്ടായാൽ അത്രയും വില കൊടുക്കും, അല്ലെങ്കിൽ കടലിൽ ഒരു അപകടം ഉണ്ടായാൽ ഇത്രയും വിലയെ കൊടുക്കൂ എന്നുള്ളത് നിങ്ങൾ എഴുതി തരണം. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ അനാസ്ഥയെ പറ്റി എനിക്ക് പറയേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് കടൽ തീരത്തോ അയ്യോ അവിടെയൊക്കെ പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ. എന്തവസ്ഥ? വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോഴുള്ള അവസ്ഥ ഉണ്ടായിരുന്നോ സാർ? എന്തായിരുന്നു സാർ അവസ്ഥ? ഒരു കമ്മ്യൂണിറ്റിയാണ് നിങ്ങൾ ആക്ഷേപിച്ചത്. നിങ്ങൾ ഇതിന് മാപ്പ് പറഞ്ഞേ പറ്റൂ. ഇത് പബ്ലിക്കായിട്ട് തന്നെ നിങ്ങൾ മാപ്പ് പറയാൻ, നിങ്ങൾ ഏത് പത്രസമ്മേളനത്തിൽ വെച്ചാണോ നിങ്ങൾ ആക്ഷേപിച്ചത് അത് നിങ്ങൾ മാപ്പ് പറഞ്ഞേ പറ്റൂ. ഇതിനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കമ്മിറ്റിയുടെ ആരാണ് ഇരിക്കുന്നത്? ഇയാളല്ലേ ചെയർ? ഈ ചീഫ് മിനിസ്റ്ററല്ലേ ചെയർ? എന്ത് ആക്ഷനാണ് ഇയാൾ എടുത്തത്? കുറെ പ്രസിന്റെ മുമ്പിൽ നിന്ന് പച്ച കള്ളത്തരം വിളിച്ച് പറയാണ് ഹെലികോപ്റ്ററുകൾ ഇറക്കി. ഇന്നലെയും ഒരു ഹെലികോപ്റ്റർ ഇറക്കി. അത് ഇന്നലെ 1 മണിക്കൂർ ഓടി, ഇന്ന് 1 മണിക്കൂർ ഓടി. അങ്ങനെ പറയണം, വ്യക്തമായിട്ട് പറയണം. ഈ ഷിപ്പുകളൊക്കെ ഇറക്കിയെന്ന് പറയുന്നല്ലോ, എത്ര ഷിപ്പുകൾ ഇറക്കി? ഞങ്ങള് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് തിരക്കുന്നുണ്ട്, ആ ഐഡിയെ വിളിച്ച് തിരക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഡീറ്റെയിൽസും ഇയാൾ പറയുന്ന ഡീറ്റെയിൽസും തമ്മിൽ അന്തരമുണ്ട്. എന്താണ് നോട്ടിക്കൽ മൈൽ എന്ന് പോലും അറിയാത്ത ഓഫീസേഴ്സ് ആണ് അവിടെ ഇരിക്കുന്നത്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇന്നഫിഷ്യന്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ മാറ്റണം. ഈ ഫിഷറീസിലുള്ളവർക്ക് തന്നെ, കടലിൽ പണിയെടുക്കുന്നവർക്ക് കടലിന്റെ ആഴവും അതിന്റെ തിരവും എങ്ങനെയാണെന്നുള്ളത് അവർക്കേ അറിയാത്തുള്ളൂ. അപ്പം ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആരുടെ കയ്യിലാണ് അത് കൊടുക്കേണ്ടത്? ആ റെസ്ക്യൂ ഓപ്പറേഷൻ കൊടുക്കേണ്ടത് കോസ്റ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ മത്സ്യത്തൊഴിലാളികളെ വിളിക്കുന്നുണ്ടല്ലോ പ്രളയങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിട്ട്. 85,000 പേരെയാണ് മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ പ്രളയത്തിൽ രക്ഷിച്ചത്. ഇപ്പൊ തെരച്ചിൽ നടക്കുന്നുണ്ടോ? എന്താണ് ഇന്നത്തെ ഒരു അവസ്ഥ? ഇന്നത്തെ ഒരു അവസ്ഥ എന്താണെന്നോ ഇന്നലത്തെ പ്രോപ്പർ ആയിട്ടുള്ള അവസ്ഥ ഉണ്ടായെന്നോ നമുക്കറിയത്തില്ല. 2 ഷിപ്പ് ഉണ്ടെന്ന് പറയുന്നു. 72 മണിക്കൂർ സെർച്ച് നടക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കൺഫർമേഷൻ തന്നിട്ടാണ് അവര് നമ്മളെ വിട്ടത്.